അനിൽ, താങ്കൾ അവിടെ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ സർവേക്കകത്ത് ഇങ്ങനെ ഒരു കൗതുകമായിട്ടുള്ള കണക്ക് വന്നതിന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദിയിലുള്ള ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും NDA-യുടെയും ആളുകൾ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മതപരമായിട്ടുള്ള ഈ വിലയിരുത്തൽ താങ്കൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? താങ്കൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു വിലയിരുത്തലിൽ ഒരു കൗതുകമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം വിഭാഗത്തിനിടയിലും ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലുമാണ് ഈ ശബരിമല വിഷയം കൂടുതൽ ചർച്ചയായിട്ട് കാണുന്നത്. ഇതിന് രണ്ട് സൈഡുണ്ട്. ഒന്നും പൊളിറ്റിക്കലായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ഉള്ള പ്രതികരണത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മതാചാരങ്ങളിലും മതസ്ഥാപനങ്ങളുമായി കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന വിഭാഗങ്ങളാണ് ക്രൈസ്തവരും അതുപോലെ മുസ്ലിം ജനവിഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോട് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റൊരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്നൊരു മതേതരത്വത്തിൻ്റെയും മറ്റു മതങ്ങളോടുള്ള ഒരു സഹിഷ്ണുതയുടെയൊക്കെ ഭാഗമായിട്ട് ഈ ഹൈന്ദവ സമുദായത്തിൽ നേരിട്ട ഒരു പ്രശ്നത്തോടുള്ള ഒരു സഹാനുഭൂതി എന്ന രീതിയിൽ വേണമെങ്കിലും നിഷ്കളങ്കമായ ചില പ്രതികരണങ്ങളെ കാണാം എന്നെനിക്ക് തോന്നുകയാണ്. നമ്മുടെ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യാവലികളിൽ ഇത്തരം ചോദ്യങ്ങളാണ് ഡയറക്റ്റായിട്ട് അതെ അല്ലെങ്കിൽ അല്ല എന്ന ഡയറക്റ്റായിട്ടുള്ള പ്രതികരണങ്ങൾ തേടുന്നത്. ഒരുപാട് ചോദ്യങ്ങളിൽ ഇവിടെ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒരുപാട് ചോദ്യങ്ങളിൽ ആളുകൾക്ക് അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരത്തിനപ്പുറത്തേക്ക് അവർക്ക് വിലയിരുത്താനുള്ള അവസരം ഈ ചോദ്യാവലി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതാണ് കുറച്ച് മുമ്പ് അവതരിപ്പിച്ച സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒരു 5 പോയിൻ്റുള്ള റേറ്റിംഗ് സ്കെയിൽ വെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ രാഷ്ട്രീയമായി ഡയറക്റ്റായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മളിവിടെ അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം കൊടുത്ത് അത് പ്രതികരണം തേടിയിരിക്കുന്നത്. അത് ആ നിലക്ക് നമ്മുടെ ഒരു മെത്തഡോളജി എന്ന നിലക്ക് പരിശോധിച്ചാൽ ഈ ചോദ്യങ്ങളുടെ ഫ്രെയിമിങ് നല്ലതായിരുന്നു എന്ന് കാണണം, അല്ലേ? അതായത് നമ്മളിപ്പോൾ ഇതുപോലെ വളരെ മുറുകി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ മനസ്സിലാക്കാൻ, അതുപോലെ ഈ പറയുന്ന പോലെ മതപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ള ഈ ജനസംഖ്യാനുപാതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് കുറേ സങ്കീർണമായിട്ടുള്ള ഘടകങ്ങൾ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മുറുകി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നമ്മളെ ഒരു മൂഡ്, ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിലാക്കാൻ ഉതകുന്ന ചോദ്യങ്ങൾ തന്നെയായി നമ്മൾ ഇതുവരെ കൊടുത്ത കാര്യങ്ങളെല്ലാം, അല്ലേ? തീർച്ചയായും ഒന്നാമത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഉത്തരത്തിനപ്പുറത്തേക്ക് അവർക്ക് വിലയിരുത്താനുള്ള ഒരു അവസരം ഈ സർവേ നമ്മുടെ ഈ ചോദ്യാവലി തുറന്നു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് പല പഠനങ്ങളുടെയും ചോദ്യാവലി പരിശോധിക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ഉത്തരം, പ്രതികരിക്കുന്നവരുടെ ഉത്തരങ്ങൾ അവർ ചോദ്യം തയ്യാറാക്കിയ ആളുകൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഉത്തരങ്ങളിലേക്ക് എത്തണം എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ ചോദ്യാവലികൾ ഈ ന്യൂസ് മലയാളം തയ്യാറാക്കിയ ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു മുൻവിധികളുമില്ല. ഏതൊരു റെസ്പോണ്ടൻറ്റിനോ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ മനസ്സിലുള്ളത്, അവരുടെ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ, അത് യെസ് നോ എന്ന രീതിക്ക് അപ്പുറത്തേക്ക്, അതേ അല്ലെങ്കിൽ അല്ല എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വിലയിരുത്താനുള്ള അവസരമുണ്ട്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അത് വളരെ സയൻറ്റിഫിക്കായിട്ട് മുൻവിധിയില്ലാതെ ഇത് ഈ ചോദ്യാവലിയിൽ പ്രകടമാണ്. അതാണ് നമ്മൾ ഈ ഉത്തരങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.